നമുക്കെല്ലാവർക്കും അറിയാം, ആരോഗ്യമുള്ള ഒരു ജനത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ കരുത്താണ്. ഡിസംബർ 22-ാം തീയതി കീച്ചേരി ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ബഹുജന സംഗമം നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സാമൂഹിക നിരീക്ഷകനും സാമ്പത്തിക വിദഗ്ധനുമായ മജു കെ ഇസ്മായിൽ സാറാണ്. സാർ, സ്വാഗതം. സാർ, അപ്പോൾ നമുക്കറിയാം, ഈ ഡിസംബർ 22-ാം തീയതി ഒരു ബഹുജന സംഗമം നടക്കാനായിട്ട് പോവുകയാണ്. സാറിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഇതേപ്പറ്റിയുള്ള ഒരു അഭിപ്രായം? കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള സമരങ്ങളും സംഗമങ്ങളും പ്രകടനങ്ങളെല്ലാം അതിൻ്റെ സാമൂഹിക ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് പറയാം. തീർച്ചയായും. കാരണം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ, കേരളം ഹിസ്റ്ററി പഠിച്ച എല്ലാവർക്കും, രാഷ്ട്ര സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഹിസ്റ്ററി പഠിച്ച എല്ലാവരും ഈ സംഘർഷങ്ങളിൽ കൂടി അല്ലെങ്കിൽ ഈ സമര മുറകളിൽ കൂടി നമ്മൾ വളർന്നിട്ടുണ്ട്. അതിന് ജാതി മത ഭേദങ്ങളൊന്നും ഇല്ലാതെ വളർന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന ചരിത്രം മുഴുവൻ, കേരളത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ചരിത്രം മുഴുവനും ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സിനൊക്കെയുള്ള ചരിത്രമാണ്. അതിനകത്ത് ഒരു തരത്തിലുള്ള ജാതി മത സംഭവങ്ങളൊന്നുമില്ല. രാഷ്ട്രീയം ഉണ്ടാവും, കാരണം കേരളം രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു നാടാണ്. കാരണം ഒത്തിരി രാഷ്ട്രീയപരമായ ചരിത്രമുള്ള നാടാണ്. എങ്കിൽ പോലും ഇതെല്ലാം അൾട്ടിമേറ്റ്ലി നമുക്ക് പ്രയോജനപ്പെടുന്നത് സാമൂഹികമായ ഡെവലപ്മെൻറ്റ്സാണ്. 1947 ശേഷമുള്ള കേരളത്തിൻ്റെ വളർച്ചയിൽ എടുത്തു പറയാവുന്ന വളർച്ച ആരോഗ്യരംഗത്തുണ്ട്, വിദ്യാഭ്യാസ രംഗത്തുണ്ട്, സാമൂഹിക ഡെവലപ്മെൻറ്റ്സിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് എന്തുകൊണ്ട് വളർന്ന ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വളർന്നതാണ്. അതുകൊണ്ട് ഈ സംഗമം ഇന്ന് കീച്ചേരി ഹോസ്പിറ്റലിൻ്റെ ഈ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഈ സമരം എൻ്റെ കാഴ്ചപ്പാടിൽ ഇവിടുത്തെ ഏറ്റവും നല്ല ജനകീയ മുന്നേറ്റം തന്നെയാണ്. അതിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടൊരു സന്ദേശം അതിൻ്റെ സംഘാടകർക്ക് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അത് തീർച്ചയായിട്ടും അവരുടെ എഫർട്ടിനുള്ള പ്രയോജനം സംഭവിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ആശുപത്രിയുടെ ഡെവലപ്മെൻറ്റ്സിനും അതിൻ്റെ മുന്നേറ്റത്തിനും സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതിന് എല്ലാ ഭാവങ്ങളും ഞാൻ നേരിടുകയാണ്. സംശയമില്ല. സർ, എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്? കേരളത്തിൽ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ഒരു വിജയം അത് എത്രമാത്രമാണ്? അത് നമുക്ക് തന്നെ കേരളം മൊത്തം നോക്കി നമുക്ക് കാണാൻ പറ്റും. ലക്ഷ്മി ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ ഒത്തിരി കേരളത്തിലുണ്ട്. അപ്പോൾ ശരിക്കും ഒരു 3 ടയർ മെക്കാനിസത്തിലാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ നിൽക്കുന്നത്. സാധാരണ ഒരു ഹെൽത്ത് സെൻറ്റേഴ്സ്, പബ്ലിക് PHCs, പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, ഇങ്ങനെ ഒരു 3 ടയർ മെക്കാനിസം ഇതിനകത്തുണ്ട്. സബ് സെൻറ്റേഴ്സ് എന്ന് പറയാം. ആദ്യം തന്നെ ഈ സബ് സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള സബ് സെൻറ്റേഴ്സ്, ഒരു പക്ഷേ നോർമൽ കേസ് പറയാൻ പറ്റും, നമുക്ക് കുട്ടികളുടെ ഇഞ്ചക്ഷൻസും മറ്റ് സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സബ് സെൻറ്റേഴ്സ് തൊട്ട് ആണ് നമ്മൾ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ ഫസ്റ്റ് സെഗ്മെൻറ്റ് തന്നെ അവിടെ വെച്ചാണ്. അത് സബ് സെൻറ്റേഴ്സ് എന്ന് പറയാം. അതിന് ശേഷം വന്നത് PHCs ആണ്, പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സ്. ഈ പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സിൽ കാരണം അധികം കാര്യമായൊന്നും വേണ്ട ആവശ്യമില്ല, കാരണം എന്നാൽ പോലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പബ്ലിക് ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ഇതിൻ്റെ 3 ടയർ മെക്കാനിസത്തിൻ്റെ മൂന്നാമത്തെ മെക്കാനിസമാണ് ഈ CHCs, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ 150 താഴെ CHCs ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ. എറണാകുളം ജില്ലയിൽ തന്നെ 19 CHCs ഉണ്ട്. അപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ 19 CHCs ഉണ്ട്. കേരളത്തിൽ 149, ഏകദേശം എറണാകുളം ജില്ലയാണ് വലുതും, ജനങ്ങളുടെ മെമ്പർഷിപ്പും പോപ്പുലേഷൻ അനുസരിച്ച്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്സും അതിൻ്റെയൊക്കെ നിലനിൽപ്പും തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് വളരെ വിപ്ലവകരമായ മാറ്റം ഉണ്ടാകാതിരിക്കില്ല. കാരണം എല്ലാവരും മറ്റേ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നോക്കുക, ഒരു സബ് സെൻറ്റേഴ്സ്, PHCസിൻ്റെ റെഫറൽ ഹോസ്പിറ്റലായിട്ട് CHCs, അതിൻ്റെ റെഫറൽ ഹോസ്പിറ്റൽസായിട്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, അതിന് മുകളിൽ മെഡിക്കൽ കോളേജസ്. ഈ സംവിധാനം കേരളത്തിലെ ആരോഗ്യ സുരക്ഷാ രംഗത്തെ വളരെ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ശരി. അതൊരിക്കലും അവർ നിഷേധിക്കാൻ പറ്റില്ല. അത് മാറി വരുന്ന ഗവൺമെൻറ് ആരായിക്കോട്ടെ, അവരെല്ലാവരും ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു എന്താ പറയുക, ലക്ഷ്മി, നിങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ അതിന് എനിക്കൊരു വിശ്വാസം നല്ലൊരു വ്യത്യാസം ഉണ്ടാക്കും കേരളത്തിൻ്റെ ആരോഗ്യ സുരക്ഷ രംഗത്ത്. സാർ, ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ വിജയകരമാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ കേരളത്തിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ അതിൻ്റെ വിജയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 30% വിജയമില്ല എന്നുള്ളതാണ്. കാരണം എന്തായിരിക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇത് പ്രവർത്തിക്കണം ചിന്തിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ഒരു 3 സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വേണം. ആരൊക്കെ വേണം? ഗൈനക്ക് വേണം, പീഡിയാട്രിക് വേണം, ജനറൽ മെഡിസിൻ വേണം. ഇത്രയും 3 ഡോക്ടർമാരുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ പ്രവർത്തനം വിജയകരമാകില്ല. അപ്പോൾ ഇത്രയും ഡോക്ടേഴ്സ് വന്നാൽ പാരാമെഡിക്കൽ സ്റ്റാഫ്സ്, നഴ്സിംഗ് അസിസ്റ്റൻസ്, നഴ്സസ്, ഇങ്ങനെയുള്ള മറ്റുള്ള വിഭാഗങ്ങൾ, ഉദ്യോഗസ്ഥന്മാരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ
ആ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ വിജയിക്കുള്ളൂ. ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ ഏറ്റവും വലിയ പരാജയം അവിടെയാണ്. കാരണം ഈ പറയുന്ന എക്യുപ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉള്ളത് വളരെ കുറഞ്ഞ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 30% കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സും വിജയിക്കുന്നു. ബാക്കിയുള്ള 7% സത്യത്തിൽ ഈ പറയുന്ന പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യാൻ പറ്റാത്തവരാണ്. എന്തൊക്കെ വേണ്ടതെന്ന് ആദ്യം തന്നെ ലക്ഷ്മി മനസ്സിലാക്കും. ഒന്ന്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഞാൻ പറഞ്ഞു, അതിൻ്റെ പാരാമീറ്റർ സ്റ്റാഫ് പറഞ്ഞു. പിന്നെ എക്സ്റേ മെഷീൻസ്, സ്കാനിങ് മെഷീൻസ്, പിന്നെ ഫാർമസീസ്, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ആൻസിലറി സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ഒരു നല്ലൊരു റെഫറൽ ഹോസ്പിറ്റലായിട്ട് മാറുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ഇപ്പോൾ ഇത് സാധാരണ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ വിജയകരമല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും സംവിധാനങ്ങൾ ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഓരോ ലൊക്കേഷനിലുണ്ടെങ്കിൽ ഒരു 70% ആളുകൾക്കും മറ്റേ ട്രീറ്റ്മെൻറ്റ് സംബന്ധമായ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനെ സമീപിക്കാം. അതിനുശേഷം അവിടെ നടക്കാത്ത കാര്യങ്ങൾ, അവിടെ തീരാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള സ്പെഷ്യലൈസേഷൻ കുറവുണ്ടെങ്കിൽ അപ്പോൾ മാത്രം ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതിയാവും. ഈ സംവിധാനം നടക്കുന്നില്ല കേരളത്തിലെ CHSCs എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അതിന് ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിച്ചാൽ മതിയാവും. ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പറഞ്ഞാൽ വളരെ ഞാൻ നോക്കിയിട്ട് വലിയ ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സോ ഒന്നും തന്നെ, ഒരു മന്ത്ലി ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഗവൺമെൻറ്റിന് ആവശ്യമില്ല. ഇത് ആദ്യമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3 സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ആക്ച്വലി ഗവൺമെൻറ് നോംസ് അനുസരിച്ച് 62,500 റുപ്പീസാണ് ഒരു ഡോക്ടർക്ക് ഒരു മന്ത്ലി പേ സ്കെയിൽ. അപ്പോൾ ഓൾമോസ്റ്റ് 2 lakh റുപ്പീസാണ് ഒരു 3 ഡോക്ടർമാർക്ക് അഡീഷണൽ പേ സ്കെയിൽ. പിന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ്സ് മറ്റുള്ളവർക്കെല്ലാം കൂടി ഒരു 1.5 lakhs 3.5 lakhs. പിന്നെ ഫാർമസി വേണം, എക്സ്റേ ഓൾറെഡി ഉണ്ടായിരിക്കാം, പിന്നെ സ്കാനിങ് മെഷീൻസും മറ്റു സാധനങ്ങളുണ്ടെങ്കിൽ അത് എല്ലാം കൂടി ആയിട്ട് ഒരു നിയർലി 5 lakh റുപ്പീസ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് ഒരു മന്ത്ലി സർക്കാരിന് എക്സസ് ചിലവായേക്കാം 1 month. സോ ഇൻറ്റു ഒരു 149 CHS ഉണ്ടെങ്കിൽ നമ്മൾ 100 CHSന് ആദ്യത്തെ ടാർഗറ്റ് എടുക്കുകയാണെങ്കിൽ 100 × 5 lakhs 5 crores ആണ് ഒരു ഗവൺമെൻറ്റിന് എക്സ്ട്രാ ഒരു മാസം ചിലവിടുക. ഇൻറ്റു 12 ഒരു 60 ലക്ഷം 60 കോടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ കൺസെപ്റ്റ് മാറിപ്പോകും. അപ്പോൾ ഞാൻ പറയണമെങ്കിൽ നിയർലി 100 crores 100 കോടി വക മാറ്റിയാൽ കേരളത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ അതിവിടെ നടക്കുന്നില്ല എന്നുള്ളത്. ഈ ഇത്രയും വിപ്ലവകരമായ മാറ്റം വരുത്താൻ അത് സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. അപ്പോൾ ലക്ഷ്മി ഒന്ന് ആലോചിക്കുക, ഇത്രയും ചെറിയൊരു കോസ്റ്റിൽ ഇവിടെ കേരളത്തിലെ ആരോഗ്യ സുരക്ഷാ രംഗത്ത് മാറ്റം വരുത്താൻ പറ്റുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നേടാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് ലക്ഷ്മിക്ക് അറിയാമോ? ഇത്രയും ഗ്രോത്ത് ഉണ്ടെങ്കിൽ എപ്പിഡമിക് ആയിട്ടുള്ള ഡെങ്കു, മറ്റേ കോവിഡ് ഇഷ്യൂസ്, പിന്നെ മറ്റുള്ള H1N1 ഇഷ്യൂസ്, നിങ്ങൾ എപ്പിഡമിക് രോഗങ്ങൾക്കെതിരെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് നല്ലൊരു മറ്റേ സ്റ്റെപ്പ് എടുക്കാൻ പറ്റും, നല്ലൊരു അവബോധം സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ എപ്പിഡമിക്സിൻ്റെയൊക്കെ സാങ്കേതികമായ ഗ്രോത്ത് എത്രയും പെട്ടെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ സംവിധാനത്തിൽ കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നൊരു മാനസികാവസ്ഥയിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് നിൽക്കുന്നതിൽ നിന്ന് പെട്ടെന്ന് തന്നെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ആരോഗ്യ സുരക്ഷാ രംഗത്തിൽ കൂടി അതിനെ കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനം വരാൻ നമ്മൾ 100 കോടി രൂപ മുടക്കിയാൽ ഒരു വർഷം. ഇത് വലിയ ചേഞ്ചസ് അല്ലേ ലക്ഷ്മി? നമ്മുടെ മനസ്സിൽ കൂടി ആലോചിച്ച് നോക്കിയേ, എത്ര 1000 കോടിയുടെ ബജറ്റാണ് കേരള ബജറ്റ്. ആ ബജറ്റിൽ 100 crores അല്ലെങ്കിൽ 150 crores എക്സ്ട്രാ മുടക്കിയാൽ കേരളത്തിലെ ആരോഗ്യ സുരക്ഷാ രംഗത്തൊരു മാറ്റം വരുത്താൻ പറ്റുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനെന്താ അത്ഭുതമുള്ളത്? അത് നിങ്ങളെയൊക്കെ ആവേശഭരിതരാക്കേണ്ട സംഭവമല്ലേ? അതിനുള്ളൊരു മുന്നേറ്റമായ, അതിനുള്ള ചേഞ്ചസിനുള്ള അവബോധമായിട്ടാണ് കീച്ചേരിയുടെ ഈ മഹാസംഘം ഒന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ നല്ലതായിട്ട് കാണണം. ആ കാഴ്ചപ്പാടിലേക്ക് അത് കൊണ്ടുപോകേണ്ടത്. ഇപ്പൊ നമ്മൾ കീച്ചേരിയിലേക്ക് വരുവാണെങ്കിൽ ഈ കീച്ചേരി ഹെൽത്ത് സെന്റർ കൊണ്ടുള്ള ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് അതുകൊണ്ടുണ്ടാകുന്നത്? അല്ല, നമ്മുടെ നേരത്തെ മത CHSC പദവിയുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് മാറുകയാണെങ്കിൽ, ഒരു റെഫറൽ ഹോസ്പിറ്റലാക്കി മാറ്റുകയാണെങ്കിൽ അതിന് ഒത്തിരി പ്രയോജനം ഉണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനും ഏതിനും പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു മാനസികാവസ്ഥ നമ്മളുള്ളത് നമ്മളുടെ സാമ്പത്തികമായ ഒരു സാമ്പത്തിക സ്ട്രെങ്തിൻ്റെ ഭാഗമായിട്ടല്ല, നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. കീച്ചേരിയോ അല്ലെങ്കിൽ പരിസരപ്രദേശത്തുള്ളവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഈ CHSC പദവികളുള്ള കീച്ചേരി ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം ആവശ്യമില്ലാതെ ചിന്തിച്ച കാര്യമില്ല. പല വിമർശനങ്ങളും കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ, അതായത് 50 വർഷം മുമ്പ് ഇവിടെ ഡെലിവറി നടന്നിട്ടുണ്ട്, ഇപ്പോൾ ഡെലിവറി നടക്കില്ല എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. നോർമലി കേരളത്തിൽ ഡെലിവറി എന്ന് പറയുമ്പോൾ 50 വർഷം മുമ്പ് ഡെലിവറി എല്ലാം നോർമൽ ഡെലിവറി ആയിരുന്നു. ഇപ്പോൾ സിസേറിയൻ വന്നതിൻ്റെ കാരണം ഗവൺമെൻറ് മറ്റേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയുള്ളതാണ് ആ കൺസെപ്റ്റ് വന്നത്. ആ അത്യാവശ്യമല്ലായിരുന്നു.
കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമല്ല. ഇപ്പോൾ അത് മറ്റേ സീസണിലേക്ക് പോയത് നേരത്തെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഡെലിവറി നടത്താം. അതോടൊപ്പം തന്നെ കുട്ടികളുടെ പീഡിയാട്രിക്കുകളുടെ സംഭവങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കെല്ലാം ചെറിയ പനിയും ജലദോഷമൊക്കെ നമ്മൾക്കറിയാം. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഹോമിയോ മെഡിസിനിൽ തീരുന്ന പനികൾ, പിന്നെ അതിനുശേഷമുള്ള പാരസൗണ്ടിൽ തീരുന്ന പനികളൊക്കെ ഇന്ന് മറ്റേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും വലിയ വലിയ അഡ്മിഷനും ഒക്കെ ആയിട്ട് മാറി, ആൻറ്റിബയോട്ടിക്സും അതിൻ്റെ ശേഷമുള്ള അഡ്മിഷനൊക്കെ മാറുമ്പോൾ ഈ പറയുന്ന CHCകളിൽ അതിന് ശരിയായ ട്രീറ്റ്മെൻറ്റ് കിട്ടും. കാരണം കൃത്യമായിട്ടറിയാം, ഒരേ എപ്പിഡമിക്കാണ് ഒരു നാട്ടിൽ. ഒരു സപ്പോസ് ഒരു ടൈമിൽ ഒരു എപ്പിഡമിക് വന്നാൽ, ചെറിയ വൈറൽ ഫീവർ വന്നാൽ അതിൻ്റെ റീസൺ എന്തായാലും ഒറ്റ വൈറസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെഡിസിൻ കോമൺ ആയിരിക്കണം. അപ്പോൾ ഒരു CHCയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ലക്ഷ്മിയുടെ ചോദ്യത്തിന് ഈ മെഡിസിൻ കോമൺ അല്ലേ. കുട്ടികളുടെ ആരോഗ്യം ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, പല ഹെൽത്ത് കണ്ടീഷനുകളുണ്ടായിരിക്കും. അതിനെ ആസ്പദമാക്കിയുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള മെഡിസിൻ ആപ്ലിക്കേഷൻ സെയിം ആകണമെങ്കിൽ അത് ആ CHSനെ കെയർ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിലും ഈ പറയുന്ന കിച്ചിരി ഹോസ്പിറ്റലും അത് CHC പദവി കിട്ടിയതും അതിനുശേഷമുള്ള ഈ പദവിക്ക് ശേഷമുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഈ ശ്രമം ഫലവത്തായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിൻ്റെ ഈ ചേഞ്ചസ് ഇവിടെയുള്ള ആരോഗ്യ സുരക്ഷാ രംഗത്ത് നല്ല മാറ്റം തീരുമാനിക്കാൻ പറ്റും. മാത്രമല്ല സാർ, ഈ പ്രൈവറ്റ് ഹെൽത്ത് കെയർ സംവിധാനങ്ങളൊക്കെ ഒരുപാട്, അതും പുതിയ അങ്ങനത്തെ ആശുപത്രികളും അതിൻ്റെ ബ്രാഞ്ചുകളും ഒക്കെ ഒരുപാട് ഉയർന്നു വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പബ്ലിക് ഹെൽത്ത് കെയർ മേഖലയ്ക്ക് ഒരു ഭീഷണി തന്നെയല്ലേ? അതും ഇങ്ങനെ കീച്ചേരിയുടെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ തന്നെ അത്രയും വലിയ ബിൽഡിങ്ങും അത്രയും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആശുപത്രി ആയിട്ട് പോലും ഇത്രയും താഴേക്ക് പോയൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അത് ശരിക്കും ഒരു ഭീഷണിയല്ലേ? അല്ല, നമ്മൾ ഒരു ആരോഗ്യ സുരക്ഷാ രംഗത്തോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലോ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷന് ഒരു ഭീഷണി എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് വേണ്ട എന്നെൻ്റെ വിശ്വാസം. ഈ ജനങ്ങളുടെ സാമ്പത്തികമായ സുസ്ഥിരതയിൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവർക്ക് അത്രയും താങ്ങാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പബ്ലിക് ഹെൽത്ത് കെയർ സംവിധാനത്തിനോ അല്ലെങ്കിൽ പബ്ലിക് ഹോസ്പിറ്റലിന് ഭീഷണി ഞാൻ പറയില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ വളർച്ച ഉണ്ടാകാനും പബ്ലിക് ഹോസ്പിറ്റലിൻ്റെ വളർച്ച കുറയാനും ചാൻസസ് ഉണ്ടാകും. കാരണം ഏത് വളർച്ചയും അവിടെ വരുന്ന പേഷ്യൻസിന് എണ്ണം അനുസരിച്ചിരിക്കും. പേഷ്യൻസിന് എണ്ണം പ്രൈവറ്റിൽ കൂടുകയും പബ്ലിക് കുറയുകയും ചെയ്താൽ തീർച്ചയായിട്ടും ആ പബ്ലിക് ഹോസ്പിറ്റലിൻ്റെ പ്രാധാന്യം കുറയും. അതിന് വേണ്ട എന്താ, പബ്ലിക് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് കെയർ സംവിധാനത്തിൽ അല്ലെങ്കിൽ CHSയിൽ നല്ല നല്ല ഡോക്ടർമാർ വന്നാൽ ഈ ഭീഷണി ഒരിക്കലും ഉണ്ടാവില്ല. ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് എവിടെയാണെങ്കിലും സംവിധാനങ്ങൾ, ഫെസിലിറ്റിയിൽ വ്യത്യാസങ്ങൾ മാത്രമല്ലേ ലക്ഷ്യമുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, തൊട്ടടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഒരു CHSയിലും നല്ല ഡോക്ടർമാർ രണ്ടും ഒരേടത്ത് കോമ്പറ്റൻറ്റ് ഡോക്ടർമാരുണ്ടെങ്കിൽ അവിടെ ട്രീറ്റ്മെൻറ്റിൽ മാത്രമേ ഫെസിലിറ്റി മാത്രമേ പിന്നെ വ്യത്യാസമുള്ളൂ. ആ ഡോക്ടറുടെ കഴിവ് കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവും. അവിടെ അതിനുള്ള ഡോക്ടർമാരെ കഴിവിട്ടുണ്ടാക്കാൻ ഇവിടെ നമ്മൾ ഗവൺമെൻറ് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും പബ്ലിക് സംവിധാനത്തെ നിലനിൽക്കാൻ പറ്റും. സാർ, സ്റ്റേറ്റിന് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റിൻ്റെ ബജറ്റാണ് നമ്മൾ എല്ലാവരെയും, സെൻട്രലിലെ സ്റ്റേറ്റിൻ്റെ ബജറ്റുകളാണ് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. സ്റ്റേറ്റിൻ്റെ ബജറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിനും ഹെൽത്തിനുമൊക്കെയാണ് സ്റ്റേറ്റ് ബജറ്റിൽ കൂടുതൽ. കാരണം ഡിഫൻസ് ഒന്നും ഇല്ലല്ലോ, ഡിഫൻസിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം സെൻട്രൽ ബജറ്റ് ഡിഫൻസിൻ്റെയൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് ബജറ്റിൽ വിദ്യാഭ്യാസവും ട്രാൻസ്പോർട്ടേഷനും മറ്റേ ഹെൽത്ത് കെയറും പിന്നെ വ്യവസായಕ್ಕೆ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ ആ ബജറ്റിൽ ഈ ഹെൽത്ത് കെയർ സംവിധാനം ഒരു ജീവസുറ്റതാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫണ്ട് പ്രൊവിഷൻ കൊടുത്താൽ ഈ സംവിധാനത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ് സെൻറ്റേഴ്സ്, PHCs, CHSCs, ഈ 3 ടയർ സംവിധാനത്തിൽ സബ് സെൻറ്റേഴ്സിൻ്റെയും CHSCൻ്റെയും പ്രാധാന്യം ഗവൺമെൻറ് മനസ്സിലാക്കി അതിനെല്ലായിടത്തുള്ള റിക്വയർഡായുള്ള സ്റ്റാഫിന് കൊടുത്താൽ ഈ സംവിധാനം നല്ല യൂസ്ഫുൾ ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയാണ് CHSയുടെ അപാകത എവിടെയാണ് CHS അപാകത? അവിടെ കൃത്യമായ ഡോക്ടർമാരില്ല, സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഇല്ല, പിന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ് ഇല്ല, പിന്നെ മറ്റുള്ള ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ ഇവിടെ ഒരു പഠനം വ്യക്തമാക്കുന്നത് ഏതാണ്ട് 40% പേഷ്യൻസ് മാത്രമേ ഈ CHS പ്രവർത്തനത്തിൽ സാറ്റിസ്ഫൈഡ് ആകുന്നുള്ളൂ. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ ഈ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നമ്മൾ ഇന്നത്തെ കേരളത്തിലെ ഹെൽത്ത് കെയർ സംവിധാനത്തിൻ്റെ ഗ്രോത്ത് കാരണം ഒരു സത്യമായ കാര്യമുണ്ട്. നല്ലൊരു ശതമാനം ഹെൽത്തും ആ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ സ്റ്റേജിൽ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്? ഒരു കുട്ടിയുടെ കേസാണെങ്കിൽ ഒരു പനി വരുമ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ്,
ഒരു ഗൈനക്കിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് 6 months മറ്റോ നല്ല ട്രീറ്റ്മെൻറ്റ്, അതിനുശേഷം അവർക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം, ജനറൽ ഹോസ്പിറ്റലിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ പോകാം. അപ്പോൾ ആ ഫസ്റ്റ് 6 months കഴിഞ്ഞാൽ പിന്നെ അവർ ഓക്കെയാണ്. അപ്പോൾ അതുവരെ ഈ CHS ഇതിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രം കേരളത്തിലെ ആരോഗ്യ സുരക്ഷാ രംഗത്ത് ഒത്തിരി ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എഫർട്ട് വരേണ്ടത് ബജറ്റിൽ കൃത്യമായൊരു പ്രൊവിഷൻ കൊടുക്കുക, ഈ CHSക്ക് നല്ല ഒരു സ്റ്റാഫിനെ അല്ലെങ്കിൽ സ്റ്റാഫിങ്ങും അതിൻ്റെ എക്യുപ്മെൻസും നന്നായിട്ട് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ബജറ്റിൽ കൊടുക്കുക. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 100-150 കോടി രൂപ എക്സ്ട്രാ ബജറ്റിൽ ആരോഗ്യ രംഗത്ത് കൊടുത്താൽ ഇതിന് നല്ലൊരു പരിഹാരം ഉണ്ടാകും. ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് ഇമ്പോർട്ടൻ്റ്. മിനിസ്റ്റർ, ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഒരു തീരുമാനമാണ്. അതായത് ഈ സംവിധാനം യൂസ്ഫുൾ ആണെന്നും ആ സംവിധാനത്തിൽ കൂടി കേരളത്തിൻ്റെ ആരോഗ്യ സുരക്ഷാ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നും ഗവൺമെൻറ് തീരുമാനിക്കുന്നിടത്താണ് നമുക്ക് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ വേണ്ടത്. ഇപ്പോൾ ലക്ഷ്മിക്കറിയാം, കേരളത്തിൽ പല സമയത്തും എപ്പിഡമിക് വരാറുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ പല എപ്പിഡമിക്കുകളും കേരളത്തിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ലക്ഷ്മി, നിപ്പ വൈറസ് വളരെ അപൂർവമായ രോഗമാണ്. ലോകത്ത് തന്നെ പലപ്പോഴും എൻ്റെ 95% ആണ് എൻ്റെ ഡെത്ത് റേറ്റ്. ഒരു വൈറസ് നിപ്പ വൈറസ് ബാധിച്ചാൽ 95%. എനിക്കൊന്ന് അടുത്ത കാലത്ത് 3 പ്രാവശ്യമെങ്കിലും കേരളത്തിൽ നിപ്പ വൈറസ് കടന്നുപോയി മലബാർ ഏരിയയിൽ. കാര്യമായി പടർന്നില്ലെങ്കിൽ പോലും ഈ അടുത്ത അതായത് 5 വർഷത്തിനുള്ളിൽ 3 times നിപ്പ വൈറസ് വന്ന സ്ഥലം ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കണം. ഒരിടത്തും കാണാൻ പറ്റുന്നതല്ല. കാരണം അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. കാരണം ഡെത്ത് റേറ്റ് വളരെ കൂടുതലാണ്. വന്നു കഴിഞ്ഞാൽ മരണം എന്ന് നോക്കാം. അപ്പം ഇവിടെ ഒരു സംവിധാനം, കേരളത്തിലെ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ എറാഡിക്കേഷൻ നമുക്ക് ഒത്തിരി പല കാര്യങ്ങൾ നമ്മൾ എറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പല പകർച്ചവ്യാധികൾ നമ്മൾ എറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് വീണ്ടും കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഹെൽത്ത് കെയർ സംവിധാനം ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ചില അനാസ്ഥകൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റും. ഞാൻ ഒരു ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു പേപ്പട്ടി എന്ന് സംശയിക്കുന്ന ഒരു പട്ടി ഞാൻ നിൽക്കുമ്പോൾ തന്നെ 2 പേരെ കടിച്ചു. എൻ്റെ മുമ്പ് വെച്ചാൽ തൊട്ടടുത്താണ്. അയാൾ അത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിയായിരുന്നു, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനുശേഷം സംസാരിച്ച ആ പട്ടി അപ്പോൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞ 6 പേരെ കടിച്ചു എന്ന് പറഞ്ഞു. രാവിലെ തൊട്ട് ഈ പട്ടി അവിടെ ഉണ്ട്, 6 ആ പട്ടിയുടെ കൂടെ ഒരു 5-6 പട്ടികൾ വേറെ ഉണ്ട്. 6 പേരെ കടിച്ചു എന്ന് പറഞ്ഞു. നമ്മളിത് എന്ത് ചെയ്യും, റെയിൽവേ ടാസ്ക് ഫോഴ്സ് എവിടെ, അവരെവിടെ നിന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവരപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ടൊക്കെ പറഞ്ഞു. പക്ഷേ ഈ രാവിലെ തൊട്ട് 6 പേരെ കടിച്ചത് പിന്നെ ഞാൻ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ 15 പേരെ കടിച്ചു. അപ്പോൾ ഇത്രയും നേരം ഈ ആളുകൾ കടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്, അപ്പോൾ അന്ന് പറഞ്ഞെന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അന്ന് കണ്ണൂർ കോർപ്പറേഷന് പറയുന്നു ഇതിൻ്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ഈ പട്ടി നിൽക്കുന്നത് പ്ലാറ്റ്ഫോമിലാണ്, റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ CRPF നോക്കണം, അല്ലെങ്കിൽ റെയിൽവേ പോലീസ് നോക്കണം. റെയിൽവേ പോലീസ് പറയുന്നത് ഇതിനൊക്കെ കൊല്ലേണ്ടത് ഞങ്ങളുടെ കോർപ്പറേഷനാണ് പറയും. ഇത് തീരുമാനമാകുമ്പോഴത്തേക്കും 15 പേര് പേപ്പർ കടിയേറ്റ് മരിച്ചു. പട്ടി കടിയേറ്റു. അല്ല, ഒരാളെങ്കിലും ട്രീറ്റ്മെൻറ്റിന് പോയില്ല എന്നുണ്ടെങ്കിൽ ആലോചിക്കുക, അയാൾ ഈ പറയുന്ന റാബീസ് വാക്സിൻ ഉണ്ടാവില്ല, അയാൾക്ക് പേപ്പർ വിഷബാധ ഡെഫിനറ്റ് അല്ലേ. കാരണം അതിനുശേഷം സബ്സിക്വൻ്റായിട്ട് പട്ടിയെ തല്ലിക്കൊന്നപ്പോൾ ഭാഗ്യത്തിന് മൃഗസേനകൾ എണീറ്റില്ല. പക്ഷേ ഈ തല്ലിക്കൊല്ലുന്നത് കണ്ണൂർ കോർപ്പറേഷനോ അല്ലെങ്കിൽ റെയിൽവേ പോലീസോ അല്ല, ഏതൊരു ജനം എല്ലാവരും കൂടി ചെയ്യുന്നത് കൊന്നേ പറ്റുന്ന തീരുമാനമായി. അപ്പോൾ ആ പേപ്പട്ടി വിഷബാധയേറ്റ പട്ടിക്ക് അത് മനഃപൂർവ്വം വന്നതല്ല, തന്നെ റാബീസ് എവിടെ നിന്ന് കിട്ടിയതാണ്. അതിന് തല്ലിക്കൊല്ലപ്പെടേണ്ട ആവശ്യമുണ്ടോ? കോർപ്പറേഷൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ റെയിൽവേ പോലീസ് വിചാരിച്ചാൽ അതിന് ദയാവധം നടത്താമായിരുന്നു. അതിനൊക്കെ സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ. പട്ടിയെ പിടിക്കുക എന്നുള്ള വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമല്ല. ആ പട്ടി കടിച്ച എത്ര പട്ടികളുണ്ടാകാം വേറെ, അതൊക്കെ വീണ്ടും ഇതുപോലെ റാബീസ് ഉണ്ടായിക്കൂടെ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായില്ലേ? സ്റ്റേറ്റ് ഗവൺമെൻറ് ചിന്തിക്കുന്നത് ഞങ്ങളല്ലോ, ഇത് റെയിൽവേ സ്റ്റേഷനല്ലേ, റെയിൽവേ പോലീസല്ലേ, അവിടെ അധികാര പരിധിപ്പെട്ടല്ലേ എന്ന് ചെയ്യും. അവിടെ ജനങ്ങളെ ആരോഗ്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്തരത്തിൽപ്പെട്ടതിന് തീരുമാനം ഒരു കോർപ്പറേഷൻ്റെ ആളെ വിളിക്കുന്നു, ചെയ്യുന്നു. റെയിൽവേ സ്റ്റേഷൻ നോക്കുന്ന CRPF മറ്റുള്ളവരോ അവർ ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ അത്രയും ബന്ധപ്പെട്ടവരല്ലെങ്കിൽ അവരത് ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ആ പ്രശ്നം ചിലപ്പോൾ ഗുരുതരമായി മാറുകയും ചെയ്തു. 15 പേരെ കടിച്ചത്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇത് തന്നെയാണ്, ഈ മൈൻഡ് സെറ്റ് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ സുരക്ഷാ രംഗത്ത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ എടുക്കേണ്ട തീരുമാനത്തിന് വളരെ ടൈം കൊടുക്കും, അതിന് കുറേ വില കൊടുക്കേണ്ടി. അപ്പോൾ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കണം, ആരോഗ്യരംഗത്തെ പ്രത്യേകിച്ചും. കാരണം അതിന് തീരുമാനം വളരെ വൈകിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരുള്ള ഒത്തിരി നല്ല ജീവൻ നമുക്ക് നഷ്ടപ്പെടും. അതെ, സർക്കാർ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇതിനൊരു ടെക്നിക്കൽ കമ്മിറ്റിയാണ് വേണ്ടത്.
കേരളത്തിലെ CHSE ഈ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഒത്തിരി പഠനങ്ങൾ നടന്നിട്ടുണ്ടാകാം. പക്ഷേ ഈ പഠനം നടക്കുമ്പോഴൊക്കെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത് 30% എഫിഷ്യൻസിയെ അല്ലെങ്കിൽ 30% എഫിഷ്യൻസിയാണ് ഓരോ CHSEക്കും ഉള്ളൂ. എഫിഷ്യൻസി 30% എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് മനസ്സിലായത് 30 ടോട്ടൽ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ആ CHSEയുടെ ടോട്ടൽ റിക്വയർമെൻറ്റ് ഉള്ള ഡോക്ടർമാരുടെയും പേഷ്യൻസിനെയും മറ്റ് ഫെസിലിറ്റിയും വെച്ച് നോക്കുകയാണെങ്കിൽ 30% കപ്പാസിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളൂ. ഒരു സംവിധാനം പ്രവർത്തിക്കും. ഒരു കാറിൻ്റെ 30% കപ്പാസിറ്റി ഉള്ളത് ഞാൻ കാർ എങ്ങനെ ഓടും? 30% അതിൻ്റെ എഞ്ചിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. എഞ്ചിൻ്റെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും 30% സേഫ്റ്റിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 70% അപ്പോഴും റിപ്പയർ കണ്ടീഷൻ ആണെങ്കിൽ ആ കാർ ഓടില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ CHSE 30% കപ്പാസിറ്റിയിലേ അത് ഓടുന്നുള്ളൂ. ബാക്കി 70% ഇനി ഡെവലപ്മെൻറ്റ് വരണം. എത്ര വർഷം കൊണ്ട് വരാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഗവൺമെൻറ് അത് കൃത്യമായി പഠിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയപരമായ ചില അന്തരീക്ഷം കാരണം ഈ ആരോഗ്യവകുപ്പിലാണെങ്കിലും മറ്റുള്ളതിലാണെങ്കിലും മന്ത്രിമാരിലൊക്കെ വരുന്നതൊക്കെ ഒരു വകുപ്പ് തലത്തിലുള്ള ക്രമീകരണം മാത്രമായി മാറുകയാണ്. അവരുടെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അവരുടെ ഇതിനെക്കുറിച്ചുള്ള അവഗാഹതയൊന്നും കൃത്യമായി പരിഗണിക്കപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അവസ്ഥകളിൽ കൂടി ഈ പറയുന്ന മാറ്റങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ട് മാറ്റം ചെയ്യുകയാണെങ്കിൽ, കൃത്യമായ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഈ കേരളത്തിലെ ആരോഗ്യ സുരക്ഷാ രംഗത്ത് മാറ്റം വരുമെന്ന് ചിന്തിക്കുന്ന ഒരു മന്ത്രി ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ മന്ത്രിയുടെ സംവിധാനം എപ്പോൾ വരുന്നോ അന്നേ ഈ മാറ്റങ്ങൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു NHM നാഷണൽ ഹെൽത്ത് മിഷനുണ്ട്. അവരെല്ലാവരും ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരാണ്. എന്നിട്ട് പോലും ഈ CHSEസിൻ്റെ കപ്പാസിറ്റി കുറവിനെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ CHSE എന്തിനാണെന്ന് പോലും ചിന്തിക്കുന്നത്, ഇപ്പം ഞാൻ പോലും പറയുകയാണെങ്കിൽ ആമ്പൽ പഞ്ചായത്ത് CHSE എന്തിനാണെന്ന് പോലും ചിന്തിക്കുന്നത് ഈ സംഗമം ഈ പറയുന്ന ഈ ഒരു സമരം വന്നതിന് ശേഷമല്ലേ. അപ്പോൾ അതിനകത്ത് കുറവുണ്ടെന്ന് പഠിക്കുന്നത് ഈ സമരം വന്നതിന് ശേഷമാണ്. കുറവുണ്ടെന്നത് കേരളം മൊത്തം കുറവാണ്. അപ്പോൾ നോക്കുക, എറണാകുളം ജില്ലയിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സ്ഥലം, ആരോഗ്യകരമാകത്ത് വലിയ വ്യത്യാസമില്ലാത്ത സ്ഥലം, ഒത്തിരി ഹോസ്പിറ്റൽസ് കയ്യെത്തുന്ന ദൂരത്തുള്ള സ്ഥലം, അതുപോലെയുള്ള സ്ഥലങ്ങളല്ലല്ലോ മറ്റു പല ജില്ലകളിലുള്ളത്. അവിടെയൊക്കെ CHSE ഈ 30% കപ്പാസിറ്റി കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊരു തിരുത്തൽ വേണ്ടേ? ഈ സമരത്തിൽ കൂടി തിരുത്താൻ പറ്റുമോ എന്നുള്ളത് ഒരു അത്ഭുതകരമായ സംഭവമാണ്. കാരണം ഈ സമരത്തിൽ കൂടി തിരുത്താൻ പറ്റുമോ, അതുപോലെ നിങ്ങളുടെ ചാനലിൽ കൂടി നടത്തുന്ന പ്രവർത്തനങ്ങൾ തിരുത്താൻ പറ്റുമോ? ഒരുപക്ഷേ ഇതിൽ കൂടി ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതലായിട്ട് ഈ സന്ദേശം എത്തിയാൽ, ഈ കേരളത്തിലെ CHSEസൊക്കെ 30% കപ്പാസിറ്റി വർക്ക് ചെയ്യുന്നുള്ള സന്ദേശം എത്തിയാൽ, ആ എത്തുന്ന സന്ദേശം അധികാരികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദ്യമം ഭരിക്കും, എൻ്റെ ഉദ്യമം ഭരിക്കും. നിങ്ങളെന്താണ് ഈ ചാനൽ കൂടി ചെയ്യേണ്ടത്? നിങ്ങളെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സമരത്തെ നിങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി പറയേണ്ടത് കേരളത്തിലെ CHSEസിൻ്റെ പ്രവർത്തനം 30% കപ്പാസിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റികൾ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ച് അതിൽ കൂടി എവാലുവേഷൻ നടത്തി ഈ CHSEയുടെ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള എന്ത് മാർഗങ്ങളാണ് വേണ്ടതെന്നും അതിന് ഏറ്റവും ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ആ സൊല്യൂഷനിൽ കൂടി പുതിയൊരു മാനത്തിലേക്ക് CHSE മാറിക്കഴിഞ്ഞാൽ കേരളത്തിൽ ആരോഗ്യ സുരക്ഷാ രംഗത്ത് ഇന്ന് നല്ല വിപ്ലവകരമായ മാറ്റം ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ, നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ റിക്വയർമെൻറ്റിനേക്കാൾ കൂടുതൽ ഇപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മൾ ഒരു ചെറുപ്പകാലത്ത്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പല ട്രീറ്റ്മെൻറ്റുകളും, പനി അങ്ങനെയുള്ള ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ ചെറിയ ക്ലിനിക്കുകളുണ്ട്, ക്ലിനിക്കുകളുണ്ടായിരുന്നു. പിന്നെ അത് കഴിയുമ്പോൾ ജനങ്ങളെല്ലാവരും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ മാറുകയും ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്ത സംവിധാനം ഉണ്ടായി. അത് കഴിഞ്ഞ് കോവിഡൊക്കെ ബന്ധപ്പെട്ട് വന്നതിന് ശേഷം ഈ ഹോസ്പിറ്റലിൽ പോവുക, ടൈം കളയുക എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയപ്പോഴത്തേക്കും ചെറിയൊരു ക്ലിനിക്കുകൾ വീണ്ടും തലപൊക്കി തുടങ്ങി. ഒരു 1-2 ഡോക്ടർമാർ, ഒരു എക്സ്റേ മെഷീൻ, അതൊക്കെയുള്ള ചെറിയ സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റൽ സിസ്റ്റം പോലെ വന്നു തുടങ്ങി. അത് വിജയകരമായി മാറുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു 10-20 വർഷം മുമ്പുള്ള ജനങ്ങളുടെ കൺസെപ്റ്റ് തന്നെയായിരുന്നു, വിജയകരമായി മാറുന്നു. അപ്പം അതിൻ്റെയൊക്കെ റിസൾട്ട് ഞാൻ കണ്ടത്, അനാവശ്യമായ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകാതെ നമ്മുടെ ഇന്നത്തെ ഓരോ സമയത്തുള്ള ആരോഗ്യകരമായ ചേഞ്ചസ്, അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്ത് വരുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ ഓരോ സമയത്ത് വരുന്ന എപ്പിഡമിക്കുകൾ, ചെറിയ ചെറിയ പകർച്ചവ്യാധികളൊക്കെ ഒരു ചെറിയ ചികിത്സകൾ കൊണ്ട് തീരുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ മരുന്ന് കൊടുത്ത് തീർക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരെ കൊണ്ട് സാധിക്കുന്നത് ഇന്ന് ഈ ചെറിയ ക്ലിനിക് കൂടി സാധിക്കും. അപ്പോൾ അതൊരു ചേഞ്ചാണ്. അപ്പോൾ ജനങ്ങൾ ഒന്ന് ആരോഗ്യകരമായി വന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത് പീഡിയാട്രിക് ആയിട്ടുള്ള ഒരു ഗൈനക് ആയിട്ടുള്ള റെഗുലർ ട്രീറ്റ്മെൻറ്റ്, കാരണം രണ്ടും റെഗുലർ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള സംഭവങ്ങളാണ്. ഇതിനൊക്കെ പറ്റുന്ന ചെറിയ ക്ലിനിക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പീഡിയാട്രിക്കിലൊക്കെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലൈസേഷൻ്റെ തന്നെ ആവശ്യം വരുന്നില്ല. നമ്മൾ കുട്ടികളുടെ അഡ്മിഷൻ തന്നെ പലതും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. കാരണം അവരുടെ ഹെൽത്ത് വളരെ സ്ട്രോങ് ആണ്. മിക്കവാറും എല്ലാവർക്കും വെയിറ്റ് ഉണ്ടോ, കൃത്യമായ വെയിറ്റിലാണ് ജനിക്കുന്നത്, കൃത്യമായ മിനറൽസും പ്രോട്ടീൻസും അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന പനികളൊക്കെ അവർക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും.
ഒരു മെഡിസിൻ കൊടുക്കുക. കാരണം അവർ വളരെ എനർജറ്റിക്കായിട്ട് കളിക്കുന്നവരാണല്ലോ, അവരൊരിക്കലും വെറുതെ ഇരിക്കുന്നവരല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ എനർജി ലെവൽ കുഴപ്പമില്ലാത്തതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് ട്രീറ്റ്മെൻറ്റ് മാറാവുന്ന കാര്യങ്ങളുള്ളൂ. അവരൊരു 15 ദിവസം വരെ അവർ കൃത്യമായിട്ട് തന്നെ നല്ല മെഡിസിൻ കൊടുത്ത് കൃത്യമായ ആപ്ലിക്കേഷൻ, 2 ദിവസം കഴിഞ്ഞ ആപ്ലിക്കേഷൻ അല്ല, പനി വന്നാൽ അന്ന് തന്നെ അപ്ലൈ ചെയ്യുക, മെഡിസിൻ അപ്ലൈ ചെയ്യുക, ചെറിയൊരു മെഡിസിൻ കൊടുക്കുക, അതിനുള്ള ബാക്കിയുള്ള സുരക്ഷാ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവരുള്ള മറ്റുള്ള ചൂടുവെള്ളം കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ അവർക്ക് പനിയൊക്കെ മാറും. ഇതെല്ലാം നമ്മുടെ CHSC ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരെ CHSC പോകാൻ പറ്റുന്നതും റൂട്ടീൻ സിസ്റ്റമാക്കി മാറ്റാൻ പറ്റുന്നത്. ആ CHSC ഡിപ്പെൻഡബിൾ ആണെങ്കിൽ നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമുണ്ട്, ഇതെല്ലാം പാവപ്പെട്ട ഒരാൾക്ക് വേണ്ടുള്ള സംഭവമാണെന്ന്. ഡിപ്പെൻഡബിൾ ആണെങ്കിൽ ഇതെല്ലാവർക്കും പറ്റുന്നതാണ്. സ്വാഭാവികമായിട്ട് പലരും പാവപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള വിഭാഗപ്പെട്ട ആളുകളാണ് പോകുന്നതെന്നൊക്കെ പറയാമെങ്കിൽ പോലും നമ്മളൊരു പോളിയോ വാക്സിൻ എടുക്കാനും കോവിഡ് വാക്സിൻ എടുക്കാനൊക്കെ എല്ലാവരും പോയിരുന്നു ഈ പറയുന്ന CHSകൾ. അതിന് സാമ്പത്തികം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പോളിയോ വാക്സിൻ കിട്ടുന്ന അവിടെ വെച്ചായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള പല കുട്ടികളുടെ പല വാക്സിനും എടുക്കുന്ന അവിടെ വെച്ചാണ്. അപ്പോൾ സംവിധാനം എന്താ, ട്രീറ്റ്മെൻറ്റ് വരുമ്പോഴാണ് ഡൗട്ട് വരുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് ഡൗട്ട്ഫുൾ അല്ല, കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ ഡോക്ടർമാരുള്ളതെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ വേറെ ആരും തന്നെ അവിടെ നിന്നും വിട്ടുപോകില്ല, അവിടേക്ക് തന്നെ എത്തും. അപ്പോൾ അവിടെ വേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഒരു ഇടപെടലാണ്. ഇപ്പം അവസാന ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ സാറിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കീച്ചേരി ആശുപത്രിക്ക് എന്താണ് ഇപ്പം ആവശ്യം? ലക്ഷ്മി, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും സംസാരിച്ചു. കീച്ചേരി ഹോസ്പിറ്റലിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. നമ്മൾ കേരളം മൊത്തം കറങ്ങി. നമ്മുടെ ഒരു ചെറിയ അവബോധം എനിക്കും ലക്ഷ്മിക്കും കിട്ടി. കീച്ചേരി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായ ഉത്തരവുണ്ട്. കാരണം കീച്ചേരി ഹോസ്പിറ്റലിന് എറണാകുളം ജില്ലയുടെ അങ്ങേയറ്റത്ത് എടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ, എറണാകുളം ജില്ലയിൽ അങ്ങേയറ്റത്ത് എടുക്കുന്ന ഒരു പ്രദേശം. ഇവിടെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് ഈ കീച്ചേരി ഹോസ്പിറ്റൽ മാറിക്കഴിഞ്ഞാൽ ഒത്തിരി ചേഞ്ചസ് വരും ആരോഗ്യരംഗത്ത് തന്നെ വിശ്വാസമുണ്ട്. ഇവിടെ നമ്മൾ സെൻസിബിളായിട്ടുള്ളൊരു ആവശ്യമാണ് എനിക്കുള്ളത്. ഏകദേശം 2.5 ഏക്കർ സ്ഥലമുള്ള കീച്ചേരി ഹോസ്പിറ്റൽ അതിൻ്റെ 10% നമ്മൾ ഉപയോഗിക്കപ്പെടുന്നില്ല. 8,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് അവിടെയുണ്ട്. പല ബിൽഡിങ്ങും യൂസ് ചെയ്തിട്ടില്ല. അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാം. അതിന് യൂസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ടത് ഒരു 24 മണിക്കൂർ ഒരു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് വേണം. അത്യാവശ്യം കാഷ്വാലിറ്റിയിൽ വരുന്ന ഏത് കാര്യവും ഏത് കേസും അറ്റൻഡ് ചെയ്ത് ഒരു റെഫർ ചെയ്യപ്പെടേണ്ട ഏത് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാഷ്വാലിറ്റി ഡോക്ടറുള്ള ഒരു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് വേണം. ഒരു 24 hours എമർജൻസി സർവീസ് എന്ന നിലയിൽ. അതുപോലെ തന്നെ കിടത്തി ചികിത്സ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലരും പറയുന്ന പോലെ ഡെലിവറി ഒക്കെ നടക്കാത്തതാണെന്ന് പറഞ്ഞാൽ പോലും ഒരു താലൂക്ക് ഹോസ്പിറ്റൽ പദവിയിലേക്ക് എത്താനുള്ള ഒരു സ്പേസ് ഉള്ള ഹോസ്പിറ്റൽ, ആ പദവിയിലേക്ക് ഗവൺമെൻറ് എത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡെലിവറിയൊക്കെ പോസിബിളാണ്. ഒരു സമീപ പ്രദേശങ്ങളിൽ പല പഞ്ചായത്തുകളിൽ നിന്നും പേഷ്യൻസ് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറയുകയാണെങ്കിൽ ഒരു താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യപ്പെടുന്നു. ഒരു 24 മണിക്കൂറും കാഷ്വാലിറ്റി മിനിമം വേണം. 24 hours എമർജൻസി സർവീസ് വേണം. അതുപോലെ തന്നെ ഏറ്റവും മിനിമം എക്സ്റേ മെഷീനും ECG മെഷീൻസും ഒക്കെ ഇവിടെ ഉണ്ട്. അതെല്ലാം കുറച്ച് യൂസ്ഫുൾ ആകണം, യൂട്ടിലൈസേഷൻ കുറച്ചുകൂടി പ്രോപ്പർ ആകണം. ഒരു ചെറിയ സ്കാനിങ് മെഷീൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫാർമസി കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. ഫാർമസിയിലും മെഡിസിൻസ് വേണം. കേരളത്തിലെ പല പബ്ലിക് ഹോസ്പിറ്റലിലും പൊതു ഹോസ്പിറ്റലിലും ഫാർമസി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതൊക്കെ കൃത്യമായിട്ട് ഗവൺമെൻറ്റൊക്കെ പല മെഡിസിൻസും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിനൊക്കെ ആദ്യം കിട്ടും. അപ്പോൾ കൃത്യമായ ഫാർമസിക്ക് ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളുടെ ആരോഗ്യരംഗത്ത് വളരെ വിപ്ലവകരമായ മാറ്റം വരുത്താൻ പറ്റും. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചൊരു ഒരു പറ്റൻ ആളുകളെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ പ്രവർത്തനം ഫലപ്രദമാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. കാരണം ഇനി ഈ ഒറ്റ സമരം കൊണ്ട് പ്രശ്നം തീരില്ല. സമരങ്ങൾ വീണ്ടും നടത്തേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് പബ്ലിക് മീഡിയ രംഗത്തിറങ്ങണം. നമ്മുടെ ഔട്ട്ലൈൻ കേരള ഈ പറയുന്ന അമ്പല പഞ്ചായത്തിലെ ഒരു പബ്ലിക് മീഡിയയാണ്. ഒരു സാറ്റലൈറ്റ് കേബിൾ TV സഹായത്തോടെ നമ്മൾ ഒത്തിരി പ്രവർത്തനങ്ങൾ, നമ്മൾ ഒത്തിരി പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. കീച്ചേരിക്ക് വേണ്ടി അമ്പല പഞ്ചായത്തിന് വേണ്ടി നിങ്ങൾ ശബ്ദിക്കുമ്പോൾ ആ ശബ്ദം ഈ കുറച്ചും കൂടി പുറത്തേക്ക് മുന്നോട്ട് പോകാൻ, കുറച്ചുകൂടി പുറത്തേക്ക് പ്രവഹിക്കാൻ ഔട്ട്ലൈൻ കേരള കൃത്യമായ ഇടപെടൽ നടത്തിയാൽ സാധിക്കും. അതിനുവേണ്ടിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഈ പറയുന്ന മഹാസംഗമത്തിന് എൻ്റേതായ എല്ലാവിധ ഒരു
സപ്പോർട്ടും ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക? ഈ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും സമരത്തിനപ്പുറത്ത് പല കാര്യങ്ങളും കണ്ടെത്താനുണ്ട്. ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ മാറണമെന്ന്, ഗവൺമെൻറ് എങ്ങനെയൊക്കെ മാറണമെന്ന് നമുക്ക് കണ്ടെത്താനുണ്ട്. കൃത്യമായ ആപ്ലിക്കേഷൻസ് കൊടുക്കുക, കൃത്യമായ മാറ്റങ്ങൾക്കുള്ള പ്രതിവിധികൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തി കൊടുക്കുക. ഒരു ടെക്നിക്കൽ കമ്മിറ്റി, എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു ടെക്നിക്കൽ കമ്മിറ്റി വേണം. NHM പോലെ തന്നെ ടെക്നിക്കൽ കമ്മിറ്റി വേണം. ഈ CHSE അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു കമ്മിറ്റി, അതിനുള്ള കോസ്റ്റ് എവാലുവേറ്റ് ചെയ്യാനുള്ള കമ്മിറ്റി, അത് കൃത്യമായൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ ഒരു കമ്മിറ്റി പ്രപ്പോസൽ ഉണ്ടാക്കി ഡോക്ടർമാരെ ടേക്കപ്പ് ചെയ്യാനുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടാക്കിയിട്ട് അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്താൽ നമുക്കൊരു ചേഞ്ചസ് ഉണ്ടാകാൻ പറ്റും. ഈ ഹൗസ് ഏജൻസിയിലുള്ള ആളുകൾ റൂറൽ സർവീസസിന് അവർ ശരിക്കും പറഞ്ഞാൽ ബാധ്യസ്ഥരാണ്. 3 months മിനിമം. നമ്മൾ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് MBBS കഴിഞ്ഞവർ 2 years ഹൗസ് ഏജൻസിയാണുള്ളത്. അപ്പോൾ റൂറൽ സർവീസസിനും അവർ ബാധ്യസ്ഥരാണ്. 3 months കമ്പൽസറി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന CHSE 149 CHSE അല്ലെങ്കിൽ 150 CHSEസിൽ ഞാൻ വലിയ 4 ഡോക്ടർമാർ 600 ഹൗസ് ഏജൻസിക്ക് ഉള്ളവരെ നമുക്ക് ഒരു 3 months ഉപയോഗിക്കാൻ പറ്റും. എത്രായിരം പേരാണ് കേരളത്തിൽ നിന്ന് ഹൗസ് ഏജൻസി എടുത്ത് വരുന്നത്, കേരള മലയാളികൾ. അപ്പോൾ ശരിക്കും ഒരു 2-3 ഹൗസ് ഏജൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒരിക്കലും അവരെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല. അവരുടെ കൂടെ അവർ സപ്പോർട്ടിങ് സ്റ്റാഫ് ആയിരുന്നുകൊണ്ട് നമുക്ക് 3 months ഹൗസ് ഏജൻസി ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന കേച്ചേരിയിലേക്ക് 1-2 ഹൗസ് ഏജൻസി നമുക്ക് കൊടുക്കാൻ പറ്റും. കേരളത്തിൽ ഇഷ്ടംപോലെ കുട്ടികളില്ലേ ഹൗസ് ഏജൻസി ചെയ്യുന്നവർ. റൂറൽ സർവീസ് അവർക്ക് ചെയ്യുകയാണെങ്കിൽ 2 പേര് ഇവിടെ വന്നാൽ പോരെ. ആണെങ്കിൽ ഈ കറന്ന മുളന്തുരുത്തി ബ്ലോക്കിൽ 6 പേരുണ്ടെങ്കിൽ ഹൗസ് ഏജൻസിയുടെ 6 പേരുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും. ഈ 6 പേര് ഡേ ആൻഡ് നൈറ്റ് ആണെങ്കിൽ 2-3 പേര് രാവിലെ ഓരോരുത്തർ മതി. അതൊക്കെ സപ്പോർട്ടിംഗ് ആണ്. ഇവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ലിമിറ്റഡാണ്. കാരണം അവർ എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി അവർക്ക് ഇവിടെ തന്നെ നിന്നാൽ പോരാ. അതോടൊപ്പം തന്നെ അവർക്ക് പക്ഷേ പല കാര്യങ്ങളും അവർ ചെയ്യുന്നതിൽ ഏറ്റവും മിനിമം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ. BP നോക്കുക, ECG നോക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുക. അതിനൊക്കെ ഓൾറെഡി അവർ 5 വർഷത്തെ അവരുടെ മെഡിക്കൽ പ്രൊഫഷണൽ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് അതിനുള്ള ടെക്നിക്കൽ ഡിസിഷൻ എടുത്താൽ മതി. അതാണ് വേണ്ടത്. അപ്പം നമ്മൾ നിങ്ങളെപ്പോലെ യങ് ചാപ്സ് അവരൊക്കെ MBBS കഴിഞ്ഞ് വന്നിരിക്കുന്നവരെയൊക്കെ പുറത്തേക്ക് ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യട്ടെ. അങ്ങനെ പ്രൊമോട്ട് ചെയ്താൽ അവർ മതി ഈ പറയുന്ന 50% ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ. ബാക്കിയുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പാസ്സായി വന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ യൂസ് ചെയ്യുക. അതിനാണ് ഗവൺമെൻറ് മുൻപോട്ട് കൊടുക്കേണ്ടത്. കാരണം 2.5 ഏക്കർ സ്ഥലം കേച്ചേരിയിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ കൊമേഴ്സ്യൽ വാല്യൂ തന്നെ ക്രോഡ്സാണ്. അത്രയും കൊമേഴ്സ്യൽ വാല്യൂ ഉള്ളത്. ഏറ്റവും മിനിമം 5 ലക്ഷം രൂപ സെൻറ്റിന് വിലയുള്ള ഒരു ലൊക്കേഷൻ, 4 ലക്ഷം സെൻറ്റ് വിലയുള്ള ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. ഏകദേശം 10 കോടിക്ക് വിലയുണ്ട്. ബിൽഡിംഗ് എല്ലാം കൂടി എത്ര കോടിക്ക് വിലയുള്ള അത് യൂട്ടിലൈസ് ചെയ്യുന്നത് എത്രയാണ്? അതൊരു സ്റ്റഡി വന്നിരിക്കുന്നത് കേരളത്തിലെ CHSE ലൊക്കലിൽ 30% കൂടി യൂട്ടിലൈസ് ചെയ്യുന്നില്ല, ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ 30% അതിനൊരു ടെക്നിക്കലി അതിനുള്ള കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളൂ. 67% അണ്ടർ യൂട്ടിലൈസേഷനാണ്, അല്ലെങ്കിൽ സ്പേസ് കൊടുത്തില്ല. ഈ ഫെസിലിറ്റി കൊടുക്കാൻ നേരത്തെ ലക്ഷ്മി പറഞ്ഞ പോലെ പ്രൈവറ്റിന് പറ്റില്ലല്ലോ. പ്രൈവറ്റിനെ കുറ്റം പറയുമ്പോൾ പ്രൈവറ്റിൻ്റെ ഇരിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അവർ ഈ ഫെസിലിറ്റി കൊടുക്കും. കാരണം അവരൊരു പ്രൈവറ്റ് ഓർഗനൈസേഷനിലാണ് ഈ പറയുന്ന കേച്ചേരി ഹോസ്പിറ്റൽ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനുള്ള ഉള്ള ഫെസിലിറ്റി വെച്ചിട്ട് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യും. അതിനെ അവർ റവന്യൂ ഉണ്ടാക്കും. ഈ റവന്യൂ ഗവൺമെൻറ്റിന് പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഡിസിഷൻ എടുക്കുന്നതിനുള്ള അപാകതയാണ്, സ്ട്രാറ്റജിക് ഡിസിഷൻ അപാകതയാണ്. അപ്പോൾ ലക്ഷ്മിയാണ് അതിൻ്റെ ഓണമെങ്കിൽ ലക്ഷ്മി അതിനകത്ത് ഡോക്ടർമാരെ കൊണ്ടുവരും, പാരാമെഡിക്കൽ സ്റ്റാഫിനെ കൊണ്ടുവരും, അതിന് പേഷ്യൻസ് വരും, ഹോസ്പിറ്റൽ പ്രോഫിറ്റിലെത്തും. അപ്പോൾ അത് ചെയ്യുന്നത് പ്രൈവറ്റിന് കണ്ടിട്ട് അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റി ഉണ്ടായിട്ടും അവസാനം തീരുമാനം എടുക്കാൻ പറ്റുന്നതിലുള്ള അപാകത കൊണ്ട് മാത്രമാണ് ആ ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്യാത്തതെങ്കിൽ അവിടെയാണ് പ്രൈവറ്റിൻ്റെ റോൾ വന്നത്. നമുക്ക് അതിനെ എറാഡിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാം. കാരണം ഈ ഒരു ഗവൺമെൻറ് സംവിധാനത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു ടെക്നിക്കൽ കമ്മിറ്റി വെച്ചിട്ട് എവാലുവേറ്റ് ചെയ്ത് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു പുതിയ സംവിധാനത്തിലേക്ക് ഈ CHSE പ്രവർത്തനത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഈ കേച്ചേരി ഹോസ്പിറ്റലിൻ്റെ സമരസമിതി നടക്കുന്ന ഒരു സമരം അല്ലെങ്കിൽ അവരുടെ ഈ സംഗമം, അവരുടെ ഈ പ്രവർത്തനം തീർച്ചയായിട്ടും ഉപയുക്തമാകുന്നതിൻ്റെ വിശ്വാസമുണ്ട്. അതെ, തീർച്ചയായും അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഓരോ സമരമുഖങ്ങളുടെയും ലക്ഷ്യം. പലപ്പോഴും ഇത്തരത്തിലുള്ള ബഹുജന സംഗമങ്ങൾ അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. ആരോഗ്യ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് അധികൃതർ കണ്ണു തുറക്കട്ടെ എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. നമ്മളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി സർ.